മകരജ്യോതി ദർശന പുണ്യത്തിനൊരുങ്ങി ശബരിമല 6 മണിയോടെ തിരുവാഭരണ ഘോഷയാത്ര 18ാം പടിയിലെത്തും. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തിരുവാഭരണ പെട്ടികൾ സ്വീകരിക്കും. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയാണ് ദീപാരാധന. 6:30യോടെ ആകാശത്ത് മകരനക്ഷത്രം തെളിയും. അതിനുശേഷമാകും മകരജ്യോതി. ആയിരക്കണക്കിന് ഭക്തരാണ് സന്നിധാനത്ത് ഇന്നലെ മുതൽ കാത്തു നിൽക്കുന്നത്. മകരസംക്രമ പൂജ വൈകിട്ട് 7:52-നാണ്. IG ബൽറാം കുമാർ ഉപാധ്യായയുടെ നേതൃത്വത്തിൽ 2275 പോലീസുകാരെയാണ് സുരക്ഷയ്ക്ക് നിയോഗിച്ചിട്ടുള്ളത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് കൂടുതൽ ജാഗ്രതയിലാണ്. ഇപ്പോൾ സന്നിധാനത്ത് നിന്നും കിരൺ ബാബുവും അതുപോലെ തന്നെ പമ്പയിൽ നിന്ന് അനീഷും നിലയ്ക്കൽ നിന്ന് ശ്യാം ദേവരാജും അതുപോലെ ജോയ് നായരും അടങ്ങുന്ന ഞങ്ങളുടെ മാധ്യമ സംഘം തത്സമയം ചേരുകയാണ്. ആദ്യം അനീഷിലേക്ക് പമ്പയിൽ നിന്നുള്ള വിവരങ്ങൾ. അനീഷ്, എന്താണ് വിവരങ്ങൾ? പറയും. ശരത്ത്, ഇന്ന് രാവിലെ നട തുറന്നപ്പോൾ മുതൽ ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം ഭക്തരാണ് സന്നിധാനത്തേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ പമ്പയിൽ ഗണപതി കോവിലിന് സമീപം അതിൻ്റെ പ്രവേശന കവാടത്തിനടുത്ത് ഭക്തരെ തടഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ നിമിഷം മുതൽ സന്നിധാനത്തേക്ക് ഭക്തർക്ക് കടന്നു പോകാൻ കഴിയില്ല. കാരണം തിരുവാഭരണ ഘോഷയാത്ര വലിയാനവട്ടത്തെത്തി പിന്നീട് പരമ്പരാഗത കാനനപാതയിലൂടെ മരക്കൂട്ടത്തെത്തി സന്നിധാനത്തേക്ക് പോകേണ്ടതുണ്ട്. ആ തിരുവാഭരണ ഘോഷയാത്രയുടെ ഒരു പാത സുഗമമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ക്രമീകരണങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഒരുപക്ഷെ ഇന്ന് ഈ മകരജ്യോതി ദർശനം കഴിയാതെ ഇവരെ മുകളിലേക്ക് വിടുമോ എന്ന കാര്യത്തിൽ നമുക്ക് എന്തായാലും വ്യക്തതയില്ല. നമുക്ക് ഒരുപക്ഷെ ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് സാറേ, ഇത് പൂർണ്ണമായിട്ട് തടഞ്ഞിരിക്കുകയാണ്. എങ്ങനെ അത് ടൈം എനിക്ക് ശരിക്കും അറിയില്ല, സാറ് പറയാം. ഇപ്പൊ തൽക്കാലം ഈ ഇതിങ്ങനെ തന്നെയാണ്. ഇത് കഴിഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞ് സാറ് പറയും, ഞാനല്ലേ എൻ്റെ ആള്. തൽക്കാലം നടന്നിരിക്കുന്നു. തൽക്കാലത്തെ ഒരു സജ്ജീകരണം എന്നാണ് ഇവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് തിരുവാഭരണ ഘോഷയാത്ര മുകളിലേക്ക് പോകേണ്ടതുണ്ട്. എന്നാൽ ഈ ഭക്തരെ പൂർണ്ണമായും മകരജ്യോതി ദർശനത്തിന് മുമ്പ് സന്നിധാനത്തേക്ക് അയക്കുമോ എന്നതാണ് കാണേണ്ടത്. കാരണം പമ്പയിൽ കാര്യമായ സജ്ജീകരണങ്ങളില്ല. ഹിൽ ടോപ്പ് അടക്കമുള്ള ഇടങ്ങളിൽ ഇത്തവണ മകരജ്യോതി ദർശനത്തിന് സൗകര്യങ്ങളില്ല. അതുകൊണ്ട് 10,000-2000-ൽ താഴെ ആളുകൾക്ക് മാത്രമാണ് പമ്പയിൽ ഇത്തവണ മകരജ്യോതി ദർശിക്കാനാവുക. എന്നാൽ അതിലേറെ വലിയൊരു ജനത്തിരക്ക് തന്നെയാണ് ഇപ്പോൾ ഭക്തജനത്തിരക്ക് തന്നെയാണ് പമ്പയിൽ അനുഭവപ്പെടുന്നത്. ശരത്. ശരി അനീഷ, ഇപ്പോൾ കിരൺ ബാബു സന്നിധാനത്ത് നിന്ന് ചേരുകയാണ്. കിരൺ ബാബു, സുരക്ഷാ ഒരുക്കങ്ങൾ, സംവിധാനങ്ങൾ, അതുപോലെ തന്നെ പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി തെളിയിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ. ശരത്ത്, സുരക്ഷാ ഒരുക്കങ്ങളെല്ലാം പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. IG ബൽറാം കുമാർ ഉപാധ്യായയുടെ നേതൃത്വത്തിൽ 2275 പോലീസുകാരെയാണ് സന്നിധാനത്തും പരിസരത്തുമായി നിയോഗിച്ചിട്ടുള്ളത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ തവണ തിരക്ക് കുറവാണ് എന്നുള്ളത് പോലീസിന് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വലിയ ആശ്വാസമാണ് നൽകുന്നത്. എന്നാൽ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ ജാഗ്രതയിലാണ് പോലീസ്. ഈ സന്നിധാനം പൂർണ്ണമായും സുരക്ഷ ഒരുക്കുന്നത് കമാൻഡോ ടീമാണ്. കമാൻഡോ ടീമിൻ്റെയും QRF ടീമിൻ്റെയും 2 ടീമുകളാണ്. ഇവരാണ് സന്നിധാനത്തിന് 4 ചുറ്റുമുള്ള സുരക്ഷ ഒരുക്കുന്നത്. മറ്റിടങ്ങളിലെ സുരക്ഷ പൂർണ്ണമായും പോലീസിന്റെ ചുമതലയിലാണ്. പോലീസ് അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും തിരക്ക് നിയന്ത്രിക്കുന്നതിൽ നിന്ന് പോലീസിന് അല്പമെങ്കിലും ആശ്വാസം കിട്ടുന്നത് സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായമായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഏകദേശം 6 മണിയോടുകൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ ശബരിമല 18ാം പടിയിലെത്തുന്നത്. തിരുവാഭരണ ഘോഷയാത്ര ആദ്യം ഔദ്യോഗികമായി സ്വീകരിക്കുന്നത് സന്നിധാനത്ത് നിന്നും കിരൺ ബാബുവാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളും എന്നാണ് കിരണിൻ്റെ റിപ്പോർട്ടിലുള്ളത്. ഇപ്പോൾ വണ്ടിപ്പെരിയാറിൽ നിന്നും സുർജിത്ത് ചേരുന്നു. സുർജിത്ത്. പുല്ലുമേട് വഴി തീർത്ഥാടനം നടത്തുന്നതിന് 2 വഴികളെയാണ് ആശ്രയിക്കുന്നത്. ഇത് ഒന്ന് വള്ളക്കടവ് വഴി, കോഴിക്കാനം വഴിയാണ് ഒന്ന് പുല്ലുമേടിലെത്താനുള്ള ഒരു വഴി. മറ്റൊന്ന് സത്രം ബേസ് ക്യാമ്പായുള്ള സത്രം വഴി സത്രത്തിന് മുകളിലേക്ക് നടന്ന് കയറുന്ന ഒരു രീതിയാണുള്ളത്. പുല്ലുമേട് സംഗമിച്ച ശേഷം അവിടെ നിന്നുമാണ് സന്നിധാനത്തേക്കുള്ള പാത. ഏതാണ്ട് പുല്ലുമേട് നിന്നും 6 കിലോമീറ്ററാണ് ഈ പാതയുള്ളത്. ഇവിടെ എല്ലാം തന്നെ വലിയ അളവിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ആണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 1500 പോലീസുകാരെ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. പുല്ലുമേടിന് പുറമെ പരുന്തുംപാറയിലും പാഞ്ചാലിമേടിലും തീർത്ഥാടകർ എത്താനുള്ള സാധ്യത ഉണ്ട്. മകരവിളക്ക്
ഏറ്റവും നന്നായി കാണാവുന്ന ഒരു ഇടമാണ് ഈ പുല്ലുമേട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തീർത്ഥാടകർ പ്രധാനമായും ഇവിടേക്ക് എത്തുന്നത്. ആന്ധ്ര, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും ഈ കൊല്ലം, കോട്ടയം, അതോടൊപ്പം ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള തീർത്ഥാടകരുമാണ് പ്രധാനമായും ഈ പുല്ലുമേട് വഴി, കാനനപാത വഴി കടന്നു പോകുന്നത്. ഏറ്റവും ദുർഘടമായ പാതയാണ്. സ്വാഭാവികമായും അതിനു വേണ്ട ഒരു ജാഗ്രത എല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും പുലർത്തുന്നുണ്ട്. നേരത്തെ 2011 പുല്ലുമേട് ദുരന്തം ഉണ്ടായത്. ആ ദുരന്തത്തിൽ 102 പേരാണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്ന് കർശനമായ നിയന്ത്രണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പാലിക്കുന്ന വിധത്തിൽ, അത്തരത്തിൽ പാലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ പോലും പോലീസും അതോടൊപ്പം തന്നെ വനംവകുപ്പും തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വന്യമൃഗങ്ങൾ ഉള്ള മേഖലയാണ്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായ ഇടമാണ് പാത പൂർണ്ണമായും ഉള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം പോലും ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കൂട്ടമായി പോകണം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പോലീസ് നൽകിയിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചം ലഭിക്കാവുന്ന സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. വാഹന ഗതാഗതം നേരത്തെ കോഴിക്കാനം വരെ, അതായത് ഈ ദുരന്തത്തിന് മുമ്പ് കോഴിക്കാനം വരെയും ബസ് പോയിരുന്നതാണ്. പക്ഷേ പിന്നീട് ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീട് അങ്ങോട്ട് കോഴിക്കാനത്തേക്ക് വള്ളക്കടവിൽ നിന്നുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ഒരു സവിശേഷ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തീർത്ഥാടകരെ കോഴിക്കാനത്തു നിന്നും താഴേക്ക് സുജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ പുല്ലുമേട്ടിലേക്കാണ് മകരജ്യോതി ദർശിക്കാനും മറ്റുമായി കാണാനായി, അത് മകരജ്യോതി കൊളുത്തുന്ന സമയത്ത് അവിടെ അത് കാണാനായി ആളുകൾ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ് പുല്ലുമേട്. വണ്ടിപ്പെരിയാർ ഭാഗത്തു കൂടിയാണ് കൂടുതൽ ആളുകൾ അവിടേക്ക് വരുന്നത്. ഇപ്പോൾ ശ്യാം ദേവരാജ് വലിയാനവട്ടത്തു നിന്നും ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്യാം, ആ മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഇത് തിരുവാഭരണ ഘോഷയാത്ര വലിയാനവട്ടത്തെത്തുന്നത്. ഇവിടെ 1.5 മണിക്കൂർ വിശ്രമമുണ്ട്. ഇതിനുശേഷം 2:30 ഇവിടുന്ന് യാത്ര ആരംഭിക്കും. സന്നിധാനത്തേക്കുള്ള യാത്ര ആരംഭിക്കും. അടുത്തത് ചെറിയാനവട്ടമാണ്. ചെറിയാനവട്ടം വഴി കാനനപാതയിലൂടെയാണ് ശരംകുത്തിയിലേക്ക് എത്തുന്നത്. ശരംകുത്തിയിലേക്ക് എത്തുമ്പോൾ വിവിധ ഇടങ്ങളിൽ ഭക്തർ തടിച്ചുകൂടിയിട്ടുണ്ട്. ഈ തിരുവാഭരണ ഘോഷയാത്രയെ ദർശിക്കാനും വണങ്ങാനും ഒക്കെ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരെല്ലാം വണങ്ങിയാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര എത്തുന്നത്. തലച്ചുമടി എത്തിയാണ് സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നത്. വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഇത് അവിടേക്ക് എത്തിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുന്നത്. തുടർന്നാണ് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തുകയും ദീപാരാധന നടക്കുകയും ഒക്കെ ചെയ്യുന്നത്. വൈകിട്ടുള്ള മകരജ്യോതി, മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് ഉള്ള തിരുവാഭരണ ഘോഷയാത്ര 9 മണിയോടുകൂടിയാണ്, പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഇന്ന് നിലയ്ക്കൽ നിന്ന് ആരംഭിച്ചത്. അതിനുശേഷം പ്രധാനപ്പെട്ട ഇടത്താവളമായ നിലയ്ക്കലിൽ 9 മണിയോടുകൂടി എത്തി. അവിടെ നിന്നും അട്ടത്തോട് വഴി 10:30 കാനനപാതയിലേക്ക് വീണ്ടും പ്രവേശിക്കുകയും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ വലിയാനവട്ടത്തേക്ക് ഇത് എത്തുകയും ചെയ്യും. തിരുവാഭരണ ഘോഷയാത്ര എത്തുകയും ചെയ്യും. ഞങ്ങളുടെ പ്രതിനിധികളാണ് വിവിധ മേഖലകളിൽ നിന്ന് മകരവിളക്ക് ദിവസത്തെ ഒരുക്കങ്ങൾ, അതുപോലെ തന്നെ തിരുവാഭരണ ഘോഷയാത്രയുടെ വരവ് അടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. സുഗമമായി മകരജ്യോതി കാണാനാകുന്ന ഇടമായതിനാലാണ് തീർത്ഥാടകർ പുല്ലുമേട് എത്തുന്നത്. അതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് നേരത്തെ സുർജിത്ത് നൽകിയത്. വെല്ലുവിളികൾ നിറഞ്ഞ മണ്ഡലകാലമാണ് കഴിഞ്ഞു പോകുന്നതെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സുപ്രീം കോടതി വിധി നടപ്പാക്കുകയെന്ന കടമയാണ് സർക്കാർ ചെയ്തത്. രാഷ്ട്രം ഭരിക്കുന്ന പാർട്ടി ശബരിമലയിൽ ഭക്തജനങ്ങൾ വരരുതെന്ന് പ്രചാരണം നടത്തി. അക്രമം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ശബരിമലയെ തകർക്കുകയെന്ന അവരുടെ അജണ്ട കേരളീയർക്ക് മനസ്സിലായെന്നും മന്ത്രി സന്നിധാനത്ത് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്നുള്ള ക്യാമ്പയിൻ തന്നെ ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷി, രാജ്യം ഭരിക്കുന്ന കക്ഷി ജനങ്ങൾ വരുന്നതായിട്ട് പ്രദേശങ്ങളിലെല്ലാം നടത്തുന്നുണ്ടായിരുന്നു. അത് മറികടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ വെല്ലുവിളിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്. കേരള സമൂഹത്തിന്, കേരളീയർക്ക് വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇങ്ങോട്ട് വരരുത്, ഇവിടെ കാണിക്കേണ്ടരുത്, ശബരിമലയെ തകർക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടി പരിശ്രമിച്ച ഛിദ്രശക്തികൾക്കെതിരെ ഉള്ള വലിയ ഒരു പോരാട്ടം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങളിൽ നടന്നത്. ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തിയെന്ന സർക്കാർ വാദം തെറ്റാണെന്ന് ദേവസ്വം ബോർഡ് മുന്നംഗം അജയ് തറയിൽ ന്യൂസ് 18നോട്. വ്യാജ ഫോട്ടോഷൂട്ടാണ് നടന്നത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകണമെന്നും അജയ് തറയിൽ ആവശ്യപ്പെട്ടു. ഈ ഹൈക്കോടതി വിധിക്ക് ശേഷം ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ച് സോപാനത്ത് വന്ന് ദർശനം നടത്തിയിട്ടില്ല.
ഒരു യുവതിയും ഈ ദിവസം വരെ സോപാനത്ത് വന്ന് അയ്യപ്പസ്വാമിയെ ദർശനം നടത്തിയിട്ടില്ല. ആ ദർശനം നടത്തിയതിന്റെ ഒരു തെളിവും ഈ ഗവൺമെന്റിനോ പോലീസിനോ ദേവസ്വം ബോർഡിനോ നൽകുവാൻ കഴിയില്ല. സുപ്രീം കോടതിയിൽ ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടി ഒരു അഫിഡവിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആരൊക്കെയോ കൊണ്ടുവന്ന് കെട്ടിയെഴുന്നള്ളിച്ച് വേഷപ്രച്ഛനയായി മതിൽ ചാടിച്ച് ഊടുവഴികളിലൂടെ അമ്പലത്തിന്റെ പരിസരത്ത് കൂടി നടന്നു എന്ന ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടാക്കിയെന്നല്ലാതെ പോലീസിന്റെയും സർക്കാരിന്റെയും അവകാശവാദം തികച്ചും തെറ്റാണ്. യുവതികൾ വന്ന് സോപാനത്ത് നിന്ന് ദർശനം നടത്തിയിട്ടില്ല എന്ന് എല്ലാ തെളിവുകളും കൂടെയുണ്ട്. അത് നേരെ മറിച്ചാണ് തെളിയിക്കാൻ ഞാൻ ഈ ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും പോലീസിനെയും ഇത്തരത്തിൽ വെല്ലുവിളിക്കുകയാണ്. 10 വർഷമായി മകരജ്യോതി ദിവസം ശബരീശ സന്നിധി അലങ്കരിക്കുന്നത് കർണാടകക്കാരനായ ഒരു അയ്യപ്പ ഭക്തനാണ്. SM എന്റർപ്രൈസ് ഉടമ അശോക് കുമാറാണ് അയ്യപ്പനുള്ള അർച്ചനയായി സന്നിധാനത്ത് whatever we are today, only and only with the blessing of my Sarveswar. Everything is Lord Ayyappa, Sarveswar, with this blessing only. മുൻപ് 18-ാം പടി പഞ്ചലോഹം പൂശി നൽകിയതും അശോക് കുമാറായിരുന്നു. ന്യൂസ് 18 സന്നിധാനം. മുനമ്പം ഹാർബറിൽ നിന്നും 40ഓളം പേർ വിദേശത്തേക്ക് കടന്നതായി സംശയിക്കുന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതം. മനുഷ്യക്കടത്തിന് ഉപയോഗിച്ച ബോട്ട് കണ്ടെത്താൻ വ്യാപക തെരച്ചിൽ തുടരുകയാണ്. ദേശീയ അന്വേഷണ ഏജൻസിയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും അന്വേഷണം തുടങ്ങി. മുനമ്പത്തു നിന്ന് ബോട്ടിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 40 പേർ ഓസ്ട്രേലിയയിലേക്ക് കടന്നതായാണ് നിഗമനം. തമിഴ്നാട് തിരുവനന്തപുരം സ്വദേശികൾ ചേർന്ന് വാങ്ങിയ ദയാമാത ബോട്ടിലാണ് മനുഷ്യക്കടത്ത് നടന്നതെന്ന സംശയത്തിൽ ഈ ബോട്ടിനായി കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ തുടങ്ങി. 12,000 ലിറ്റർ ഡീസൽ ഈ ബോട്ടിൽ സംഭരിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മുനമ്പത്തുനിന്ന് 1 മാസം യാത്ര ചെയ്താൽ ഓസ്ട്രേലിയയിലെത്താം. അഭയാർത്ഥികളെ മടക്കി അയക്കാത്ത രാജ്യമാണ് ഓസ്ട്രേലിയ. കടന്ന 40 പേരും തമിഴ് വംശജരാണെന്ന് കരുതുന്നു. ഹാർബറിന് സമീപം ഉപേക്ഷിച്ച ബാഗുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് മനുഷ്യക്കടത്ത് സൂചന കിട്ടിയത്. സംശയകരമായ നിലയിൽ 19 ബാഗുകളാണ് കണ്ടെത്തിയത്. ബാഗുകളിൽ നിന്ന് വിമാന ടിക്കറ്റുകൾ, പഴങ്ങൾ, വസ്ത്രങ്ങൾ, കുടിവെള്ളം, ഫോട്ടോകൾ എന്നിവ കണ്ടെത്തി. 2 ആഭ്യന്തര വിമാന ടിക്കറ്റുകളാണ് പോലീസിന് ലഭിച്ചത്. വിദേശത്തേക്ക് കടന്നവർ മുനമ്പത്തിന് സമീപമുള്ള 4 റിസോർട്ടുകളിൽ താമസിച്ചതായും തെളിഞ്ഞിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മുനമ്പത്ത് നിന്നും വിദേശത്തേക്ക് കടന്നിരുന്നവർ താമസിച്ചിരുന്നത് ബീച്ച് വാലി റിസോർട്ടിലായിരുന്നു. ബീച്ച് വാലി റിസോർട്ടിൽ നിന്നും SS ശരൺ ചേരുകയാണ്. ശരൺ, ഈ റിസോർട്ട് കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. തീർച്ചയായിട്ടും ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബീച്ചുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറായി ബീച്ചിന് സമീപമുള്ള ബീച്ച് വാലി എന്ന റിസോർട്ടിലാണ്. ഈ റിസോർട്ടിന് സമീപത്തുള്ള ഒരു 3 റിസോർട്ട് കൂടിയുണ്ട്. ഈ 4 റിസോർട്ടുകളിലായി 10 അംഗ സംഘങ്ങളായിട്ടാണ് ഇവർ താമസിച്ചെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം 12,000 ലിറ്റർ ഡീസൽ ഒരു ബോട്ടിൽ അടിച്ചു എന്നുള്ള ഒരു കാര്യവും ഇതോടൊപ്പം തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. അതായത് തമിഴ്നാട് തിരുവനന്തപുരം സ്വദേശികൾ ചേർന്ന് വാങ്ങിയ ദയാമാത ബോട്ടിലാണ് ഇത്തരത്തിൽ 12,000 ലിറ്റർ ഡീസൽ അടിച്ചതെന്നും ഈ ബോട്ടിലാണ് ഈ മനുഷ്യക്കടത്ത് നടന്നതെന്നുള്ള കാര്യവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്കൊപ്പം ഈ ബീച്ചിലെ ജീവനക്കാരൻ തന്നെ ചേരുകയാണ്. അതായത് ബീച്ച് വാലി റിസോർട്ടിലെ ജീവനക്കാരൻ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, എത്ര പേരുണ്ടായിരുന്നു അന്ന്? ആദ്യം വന്ന 5 പേര്, അച്ഛനും അമ്മ, മക്കള്. എത്ര ദിവസമാണ് അവരിവിടെ? അവരിവിടെ 5-6 ദിവസത്തോളം താമസിച്ചു. അതായത് 5-ാം തീയതി വന്നു കഴിഞ്ഞിട്ട് ഹർത്താലിന്റെ പിറ്റേ ദിവസം പോയി. അപ്പൊ എവിടേക്കുള്ള ആൾക്കാരാണ്? ഏതൊക്കെ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരാണെന്നുള്ളത്? പല ഭാഷ സംസാരിക്കണ്ടേ, നമ്മൊരു ഉത്തരേന്ത്യക്കാരാണെന്നുള്ള ഇതിലാണ്. ശരി, ശരണാണ് ഇപ്പോൾ മുനമ്പത്ത് നിന്നും അവരുമായി സംസാരിച്ചത്. അന്വേഷണം പുരോഗമിക്കുകയാണ് മുനമ്പിൽ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട്. ഇടവേള.
ആര് വിചാരിച്ചാലും ആലപ്പാട്ടെ ഖനനം നിർത്താൻ കഴിയില്ലെന്ന് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ. ഖനന കമ്പനി പൂട്ടിക്കാനുള്ള ശ്രമങ്ങളും വിജയിക്കാൻ പോകുന്നില്ല. ആലപ്പാട്ടുകാരനായ ഒരാൾ പോലും ഇതുവരെ പരാതിയുമായി വന്നിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പാട് ഖനന പ്രശ്നത്തിൽ മുന്നണിയിൽ ഭിന്നതയില്ലെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു. ഇടതുപക്ഷത്തിലൊന്നും ഒരു ഭിന്നതയില്ല, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാകും. CPIയുടെ യുവജന സംഘടന സമരത്തിലേക്ക് നീങ്ങുന്നതിനെ പറ്റിയുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ആര് സമരം നടത്തുന്നതും അവരാലോചിക്കട്ടെ. എന്തിനാണ് സമരം? മൈനിങ് നിർത്തിവെക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ പോണില്ല. 240 കുടുംബങ്ങളെ വഴിയാധാരാക്കണമെന്നല്ലേ, അവരെ തൊഴിലില്ലാത്തവരാക്കി തീർക്കണമെന്നല്ലേ, ആ കമ്പനി പൂട്ടണമെന്നല്ലേ. കമ്പനി പൂട്ടാനല്ല ജനങ്ങൾ ഞങ്ങളെ അധികാരം ഏൽപ്പിച്ചിട്ടുള്ളത്. കമ്പനി തുറന്ന് പ്രവർത്തിച്ച് രാജ്യത്തെ സംരക്ഷിക്കാനാണ്. ഏറെ വിവാദമായ മലപ്പുറം പ്രയോഗത്തെക്കുറിച്ചും മന്ത്രി വിശദീകരിച്ചു. മലപ്പുറം പ്രദേശത്ത് കടലില്ല. കടലില്ലാത്തൊരു സ്ഥലത്തിൽ ആള് വന്നിട്ട് എന്തിനാണ് ഈ കടലോരത്തെ മൈനിങ്ങിനെ കുറിച്ച്? കടൽ താനൂരും തിരൂരുമാണ്, അത് മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറമില്ല. ആലപ്പാട് കോൺഗ്രസ് സംഘം സന്ദർശനം നടത്തി. സമരക്കാരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവണമെന്നും ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇതുവരെ സമരസമിതി നേതാക്കളെ വിളിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. ഈ ഗ്രാമത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ പറ്റി എന്തുകൊണ്ട് സർക്കാർ അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല? ന്യൂസ് 18 കൊല്ലം, കണ്ണൂർ. എന്നാൽ ആലപ്പാട് കരിമണൽ ഖനന വിഷയത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീരുമാനം സർക്കാർ കൈക്കൊള്ളില്ലെന്ന് മന്ത്രി ജി സുധാകരൻ. നേരത്തെ നിശ്ചയിച്ച പ്രകാരം സമരക്കാരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. കരിമണൽ കുഴിച്ചെടുക്കുന്നതാണ് പ്രശ്നമെങ്കിൽ ബദൽ സംവിധാനത്തെക്കുറിച്ചും ആലോചിക്കുമെന്ന് മന്ത്രി കായംകുളത്ത് പറഞ്ഞു. അതൊന്നും നമ്മുടെ മുമ്പിലുള്ള പ്രശ്നമല്ല. മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്, അവിടെ വെച്ച് അവിടെ തീരുമാനിക്കുക, അല്ലെങ്കിൽ അതുപോലെ ഗവൺമെൻറ് തീരുമാനിക്കും എന്നേ ഉള്ളൂ. ജനങ്ങൾക്കെതിരായ ഒരു തീരുമാനം എടുക്കില്ല, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ജനങ്ങളുടെ താല്പര്യം നോക്കി ജനങ്ങളോടൊക്കെ ചോദിച്ചും കണ്ടും മനസ്സിലാക്കുകയാണ് ചെയ്യും. ജനങ്ങൾക്ക് ദോഷമില്ലാത്ത തരത്തിൽ കരിമണൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള കാര്യം അടക്കമാണ് പരിശോധിക്കേണ്ടത്. അതിനാർക്കും എതിർപ്പില്ല. കരിമണൽ എടുക്കുന്നതിനല്ല, കുഴിക്കുന്നതിനല്ലേ എതിരെ. കൈകൊണ്ട് വരുന്നതിന് ആർക്കും എതിർപ്പില്ല. കാരണം കൈകൊണ്ട് തന്നെ തടഞ്ഞു വേണേ വരാം, എല്ലാ ദിവസവും വരാം. അങ്ങനെ വാരി വിറ്റുകൊണ്ടിരിക്കുന്നവരുണ്ട്. സ്ത്രീ പ്രവേശനത്തിലുള്ള പ്രതിഷേധത്തിനിടെ അഗസ്ത്യാർകൂടത്തേക്ക് വനിത ഉൾപ്പെട്ട ആദ്യ സംഘം പുറപ്പെട്ടു. പ്രാർത്ഥനായജ്ഞം നടത്തി ക്ഷേത്ര കാണിക്കാർ ട്രസ്റ്റാണ് പ്രതിഷേധിക്കുന്നത്. ഹൈക്കോടതി വിധിയെ തുടർന്ന് സ്ത്രീ പ്രവേശനം സാധ്യമായ അഗസ്ത്യാർകൂടത്തിലേക്കുള്ള വഴിയിലായിരുന്നു പ്രാർത്ഥനായജ്ഞം. ബോണക്കാട് ഫോറസ്റ്റ് പിക്കപ്പ് പോയിന്റിന് മുൻവശത്താണ് കാണികർ സമുദായത്തിലുള്ളവർ പ്രതിഷേധിച്ചത്. ഗോത്രാചാര സംരക്ഷണ യജ്ഞം നടത്തി പ്രതിഷേധമറിയിച്ചവർ പക്ഷേ യാത്രാ സംഘത്തിലെ വനിതയെ തടഞ്ഞില്ല. ഒരു സ്ത്രീയെ ഞങ്ങൾ തടയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കോടതി വിധി ഞങ്ങൾ മാനിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ അവകാശങ്ങൾ, ഞങ്ങൾ ആരാധനയും വർഷങ്ങളായി കാത്തുസൂക്ഷിച്ചു പോരുന്ന ആരാധന, അത് ആരാധിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ആ അവകാശം ഭരണഘടനാപരമായിട്ടാണ്, അത് ഞങ്ങൾക്ക് കിട്ടണം. ആചാരങ്ങൾ ലംഘിക്കില്ലെന്നും ട്രക്കിംഗ് പോയിന്റിലൂടെ മാത്രമായിരിക്കും യാത്രയെന്നും സംഘത്തിലെ ഏക വനിത. കണി വിഭാഗക്കാരുടെ അവരുടെ വികാരങ്ങളെ പൂർണ്ണമായിട്ടും ബഹുമാനിക്കുന്നുണ്ട്. അവർ പോരുതെന്ന് പറയുന്ന ഏരിയയിലേക്ക് തള്ളിക്കയറാൻ തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നില്ല. ട്രക്കിംഗ് ചാനൽ ഫോറസ്റ്റ് ഗാർഡ്സ് ഏത് വഴിയാണോ പറയുന്നത് ആ ചാനലിലൂടെ മാത്രം പോയി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അഗസ്ത്യാർകൂടത്ത് സ്ത്രീ പ്രവേശനം തടഞ്ഞ വൈൽഡ് ലൈഫ് വാർഡന്റെ സർക്കുലർ നേരത്തെ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. 4700 പേരാണ് ഇതുവരെ ട്രക്കിങ്ങിനായി രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 100 പേർ സ്ത്രീകളാണ്. ഇവർക്ക് എല്ലാ സൗകര്യവും ഉണ്ടാകുമെന്ന് വനവകുപ്പ്. ഈ യാത്രയിലുടനീളം അവർക്ക് ഗൈഡിന്റെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടാതെ എമർജൻസി ഘട്ടത്തിൽ നമ്മുടെ സ്റ്റാഫിന്റെ സേവനവും ഉപയോഗിക്കാവുന്നതാണ്. വനിതകൾ കൂടി ട്രക്കിങ്ങിനുള്ള സാഹചര്യം കണക്കിലെടുത്ത് നമ്മളിപ്പോഴും വനിതാ സ്റ്റാഫിന് അതിരുമലയിലും ഇവിടെ ബോണക്കാട് നമ്മൾ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലനിരകളും പാറക്കെട്ടുകളും നിറഞ്ഞ കഠിനമായ പാതയാണ് 20 കിലോമീറ്ററോളം. ഇത് താണ്ടി വേണം അഗസ്ത്യാർകൂടത്തെത്താൻ. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ. കൊല്ലം ബൈപ്പാസും പത്മനാഭസ്വാമി ക്ഷേത്ര നവീകരണ പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും രാജ്യം തെരഞ്ഞെടുപ്പ് മൂഡിലേക്ക് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ അനൌദ്യോഗിക തുടക്കമായാണ് സംസ്ഥാനത്തെ BJP നേതൃത്വം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കാണുന്നത്. ശബരിമലയും രാഷ്ട്രീയ അക്രമങ്ങളും ഉൾപ്പെടെ സംസ്ഥാന രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുന്ന വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുകയാണ്. കൊല്ലം ബൈപ്പാസ് പോലെ താരതമ്യേന ചെറിയൊരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി താൽപര്യം കാട്ടിയതിനു പിന്നിലും വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ ഈ കാശ് മേടിക്കാൻ നേരത്തെ ഈ ചോദ്യങ്ങളൊന്നും സംസ്ഥാന ഗവൺമെന്റ് ചോദിക്കാറില്ലല്ലോ.
കാശും കൊടുത്ത് പണി ചെയ്ത് കഴിയുമ്പോൾ ചോദ്യങ്ങളാണ്. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യണം, അദ്ദേഹത്തിന് സൗകര്യം അനുസരിച്ചാണ് വരുന്നത്. ഇതൊക്കെ വേറെ ആരും ചോദിക്കാറില്ല, കേരളത്തിലല്ലാതെ വേറെ ആരും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ കൊല്ലത്തേക്ക് പോകും. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം കന്റോൺമെന്റ് മൈതാനിയിൽ BJPയുടെ പൊതുയോഗത്തിൽ സംസാരിക്കും. 7 മണിക്ക് തിരുവനന്തപുരത്ത് തിരിച്ചെത്തുന്ന പ്രധാനമന്ത്രി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വദേശി ദർശൻ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ നവീകരണ പ്രവർത്തനങ്ങൾ നാടിന് സമർപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇഴഞ്ഞു നീങ്ങിയിരുന്ന കൊല്ലം ബൈപ്പാസ് പദ്ധതിക്ക് ജീവൻ നൽകിയത് ഇടതു സർക്കാരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ 2.5 വർഷത്തിലാണ് പദ്ധതിയുടെ 76% ജോലികളും പൂർത്തിയായതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രി കുറിച്ചു. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നതിൽ തിടുക്കം വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്നെങ്കിലും നിയമതർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സർക്കാരിന് കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടുത്ത അധ്യയന വർഷം തന്നെ സാമ്പത്തിക സംവരണം നടപ്പാക്കും. ഇതിനായി ചട്ടങ്ങളോ നിയമമോ കൊണ്ടുവരും. 10% സംവരണം നൽകാൻ സീറ്റുകളുടെ എണ്ണം ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കും. കമ്പ്യൂട്ടറുകളും സ്മാർട്ട് ഫോണുകളും നിരീക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം. നടപടി സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്റർനെറ്റ് ഫ്രീഡം ഫൗണ്ടേഷൻ എന്ന സംഘടനയാണ് ഹർജി നൽകിയത്. UPA ഭരണകാലത്ത് കൊണ്ടുവന്ന IT നിയമപ്രകാരമുള്ള അനുമതി ഏതൊക്കെ ഏജൻസികൾക്കെന്ന് വ്യക്തമാക്കുക മാത്രമാണ് ഉത്തരവിലൂടെ ചെയ്തതെന്നാണ് സർക്കാർ വിശദീകരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്ക്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ബുധനാഴ്ച ചർച്ചയാകും. ഫെബ്രുവരി പകുതിയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ AK ആന്റണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന PCC അധ്യക്ഷന്മാരുടെയും ACC ജനറൽ സെക്രട്ടറിമാരുടെയും യോഗത്തിൽ ധാരണയായിരുന്നു. പാതിരാ നേരത്ത് തിരക്കിട്ട് CBI മേധാവിയെ മാറ്റിയ പ്രധാനമന്ത്രിയുടെ തീരുമാനം വിചിത്രമാണെന്ന് രാഹുൽ ഗാന്ധി. സുപ്രീം കോടതി ഇടപെട്ട് പദവി തിരികെ നൽകിയിട്ടും വീണ്ടും അലോക് വർമ്മയെ പുറത്താക്കി. ഇത് പ്രധാനമന്ത്രിയുടെ മാത്രം തീരുമാനമായിരുന്നെന്നും രാഹുൽ ഗാന്ധി ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ആരോപിച്ചു. CBI चीफ को 2 बार हटाने की जल्दी क्या थी? मतलब क्या जल्दी थी कि एक बार 1:30 बजे रात को प्रधानमंत्री लिख रहे हैं कि भैया इसको 1:30 बजे रात को हटाओ. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന അഭിമന്യുവിന്റേത് ആസൂത്രിത കൊലപാതകമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്യാമ്പസുകളിൽ വർഗീയത വളർത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും ഇതിന്റെ ഭാഗമായിരുന്നു അഭിമന്യുവിന്റെ കൊലപാതകമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എറണാകുളം മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ കുടുംബത്തിന് CPM നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.